മോക്കല്ലയോ? നീ ഇപ്പൊ ബാബുക്കുട്ടിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഉണ്ടല്ലോ നീ രാജകുമാരിയല്ല, നീ ബോംബെയിലെ മഹാറാണിയായിട്ട് ജീവിക്കേണ്ടവളാ. പക്ഷേ യോഗമില്ല. അതാ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. തിളപ്പ് കണ്ടില്ലേ? തിളക്കട്ടടി അവള്, തിളക്കട്ടെ. ഇതൊരു ഉറപ്പിന് വേണ്ടിയൊന്നുമല്ല, എന്നും നീ എന്റേതായിരിക്കാൻ വേണ്ടിയാ. മോനും ചാരുവും നല്ല ചേർച്ചയാ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. ആകാശം അവളെന്താ വലിയ തല്ലടക്കുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര നേരത്തെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡി കുഞ്ഞോളെ, മനസ്സിനിപ്പൊ സന്തോഷമുണ്ടടി. എനിക്ക് സന്തോഷൊക്കെ ഉണ്ട്. എന്നാ സന്തോഷം ഇല്ലാതാനും? എന്താടി കുഞ്ഞോളെ? മനുഷ്യ, ആ വാലമ്മാഷിന്റെ മോൻ ചാരുനെ തല്ലി, തല്ലും മേടിച്ചോണ്ട് കണ്ണും തുടച്ച് അവളങ്ങ് പോയി. ഇതിലിപ്പൊ എന്ത് സന്തോഷിക്കാന്? എന്നാ ചാരുനെ തല്ലിയ കാര്യം ആ ബാലമ്മാഷ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവാൻ പോന്നെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അത് ശരിയാ, പക്ഷെ ബാലമാഷിത് എങ്ങനെ അറിയൂടി? തല്ലിയവനും പറയില്ല, തല്ലു കൊണ്ടവളും പറയില്ല. അവരാരും പറയില്ലായിരിക്കും, പക്ഷെ നമ്മൾ പറയണ മനുഷ്യ. ആ ക്ണാപ്പമ്മാശ് നമ്മളെ ഒരുപാട് നാണം കെടുത്തിയതല്ലേ? ചാരുവിന്റെ കല്യാണം തന്നെ നമുക്ക് നാണക്കേടല്ലേ? തിരിച്ച് അയാളെ ഒന്ന് നാണം കെടുത്താൻ കിട്ടിയ അവസരമാ. അയാൾക്കൊരു വാഹം മിണ്ടാൻ പറ്റാതെ നമ്മുടെ മുമ്പിൽ വേർക്കണം. നടക്കടി ആയിരം പറയലോട്ട്. ആ വാലമാഷിനോട് ഞാനല്ലേ ഇത് പറഞ്ഞേ? നടന്നു പോ. നീ എന്താ ഒറ്റയ്ക്ക്? മോളും ആകാശം ഒന്നിച്ചല്ലേ പോയത്, പിന്നെന്താ മോൾ ഒറ്റയ്ക്ക് വന്ന്? ആകാശം എവിടെ? അത് ബാലമ്മേ, അക്കുച്ചേട്ടന്റെ ഫ്രണ്ടേ എറണാകുളത്തുനിന്ന് വന്നിട്ടുണ്ട്. അവരെ കാണാൻ വേണ്ടി പോയതാ. പെട്ടെന്ന് ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി.
ഫ്രണ്ടിനെ കാണാനും പറ്റിയില്ല. അക്കുച്ചേട്ടൻ ഇപ്പൊ ആ ഫ്രണ്ടിനെ അന്വേഷിച്ചു പോയിരിക്കോ? ശരി. ചാരു, നിന്റെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നത്? നീ കരഞ്ഞോ? ഇല്ല ബാലമ്മേ, ഞാനെന്തിനാ കരയുന്നേ? മോളെ, ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ. നിന്റെ മുഖം കണ്ടാ എനിക്കറിയില്ലേ. പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ബാലമ്മേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാലമ്മയോട് പറയില്ലേ? ഇപ്പോ വണ്ടി ഓടിച്ചു വന്നപ്പോഴേ റോഡിൽ മൊത്തം പൊടിയില്ലേ, അത് കണ്ണിപ്പോയതായിരിക്കും. അത്രേ ഉള്ളൂ. ശരി, മോളകത്ത് ചെന്ന് മുഖമൊക്കെ ഒന്ന് കഴുകു. ചെല്ല് ചെല്ല് മോളെ. ഞാനാകെ പേടിച്ചു പോയി. അവരൊരുമിച്ച് പോയിട്ട് ചാരുമാള് മാത്രം ഒറ്റയ്ക്ക് തിരിച്ചു വന്നപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഒന്നുമില്ലാന്ന് ചാരുമോള് പറഞ്ഞപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. ഗോവിന്ദൻ ചെന്നോ? ഓ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. മോനെ ആകാശേ, ശ്രേയെ കണ്ടില്ലേ? കണ്ടില്ല മമ്മി. കണ്ടില്ലേ? ഇല്ല, ശ്രേയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. മോൻ എന്താ പറയുന്നേ? സ്വിച്ച് ഓഫോ? ഞാൻ നോക്കിക്കോളാം, മമ്മി ടെൻഷൻ ആവണ്ട. എനിക്കാകെ പേടിയാവുന്നു മോനെ. പേടിക്കാനൊന്നുമില്ല മമ്മി. ശ്രേയ എപ്പോഴും ഇങ്ങനെയല്ലേ, സർപ്രൈസ് എന്ന് പറഞ്ഞ് പറ്റിക്കും. പിന്നെ മമ്മിക്ക് അറിയാലോ അവളുടെ സ്വഭാവം. അറിയാം മോനെ, അവക്കെല്ലാം കളിയാ. പക്ഷേ നമ്മുടെ മനസ്സിലെ ടെൻഷൻ അവള് മനസ്സിലാക്കില്ലല്ലോ. മമ്മി ടെൻഷൻ ആവാതെ. അരമണിക്കൂറിന് മുമ്പ് ശ്രേയ മമ്മിയെ വിളിച്ചിരുന്നോ? ഇല്ല മോനെ, രാവിലെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, അതിനുശേഷം വിളിച്ചിട്ടില്ല. മോന്റെ കൂടെ ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചേ. മമ്മി ശ്രേയ പെട്ടെന്ന് പിടി തരില്ല. എന്നെ കുറെ ടെൻഷൻ അടിപ്പിച്ചതിന് ശേഷം എന്റെ മുമ്പിൽ വന്ന് നിൽക്കും. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം മമ്മി. അവളെ കണ്ട ഉടനെ എന്നെ വിളിക്കണേ മോനെ. വിളിക്കാം മമ്മി. ശരി മോനെ.